ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ട് തിരുമ്പി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ശേഷം നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. വറക്കണതിന് ഇടയിൽ നമുക്കിത് സബോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ചിക്കൻ വറുത്ത ചട്ടിയിൽ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ സബോളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സബോളയൊക്കെ നന്നായി വഴറ്റണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സബോള വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിന് പാകത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നന്നായി പാകപ്പെട്ടതിന് ശേഷം നമുക്ക് അതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത ചിക്കൻ ആ ഗ്രേവിയിൽ ഒരു 5-10 മിനിറ്റ് കിടന്നോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളിയുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.